ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വെളിപ്പാട് എന്ന് പറയുന്ന പ്രവചന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ കാണുന്ന 3 ദൂതന്മാരുടെ സന്ദേശത്തിൻ്റെ നട്ഷൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ മൃഗത്തിൻ്റെ ആരാണ് മൃഗം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ മറ്റ് ചില സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യം. ആദ്യത്തെ ഒരു മൃഗം, മഹാസർപ്പം, അതിന് അധികാരം കൊടുത്തു. ആ മൃഗം 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ഉള്ളതായിരുന്നു. അതിന് മഹാസർപ്പം അധികാരം കൊടുത്തു. അത് അത്യുന്നതനെതിരെ വമ്പ് പറയുകയും ദൈവദൂഷണം പറയുകയും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ സംഖ്യ 666. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ് എന്ന് ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനിയും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം മുതൽ ഒരു പ്രത്യേക മൃഗത്തെക്കുറിച്ച് കൂടി പറയുന്നത് നമ്മൾ കേൾക്കാം. അതായത്, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പൊറുത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു എന്ന് പറയുകയാണ്. അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവർ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ? അതിൻ്റെ സംഖ്യ 666 എന്ന് നമുക്ക് കാണാം. ഈ വാക്യത്തിൽ നിന്ന് നമുക്കൊരു മറ്റൊരു മൃഗത്തെ നമുക്ക് കാണാൻ പറ്റും. അത് ഭൂമിയിൽ നിന്ന് കയറുന്നു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം പോലെ സംസാരിച്ചു എന്ന് കേൾക്കാം. കുഞ്ഞാട് പോലെ. അതായത് ആദ്യത്തെ മൃഗം വിശുദ്ധന്മാരായവരെ പീഡിപ്പിക്കുന്ന സമയത്ത്, അതായത് 42 മാസത്തിൻ്റെ കണക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. അവിടെ 1260 വർഷം അവർ ഭരിക്കുന്ന സമയത്ത് ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ദൈവത്തെ ആരാധിക്കുന്ന കുറച്ച് മനുഷ്യർ മേഫ്ലവർ എന്ന് പറയുന്ന ഒരു ബോട്ടിൽ കയറി എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പോയി. അവർ ചെന്ന് പെട്ടത് ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടുപിടിച്ച റെഡ് ഇന്ത്യക്കാരുണ്ടായിരുന്ന ആ ഒരു നാട്ടിലാണ് എത്തിയത്. പിന്നീട് അവരതിന് അമേരിക്ക എന്ന് പേരിട്ടു. ഈ പോയ മനുഷ്യരെ ചരിത്രത്തിൽ തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് അറിയപ്പെടും. ഈ പിൽഗ്രിം ഫാദേഴ്സ് ആണ് പിന്നീട് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ വളർത്തി ഇന്നത്തെ രാഷ്ട്രമാക്കി മാറ്റിയത്. അതിൻ്റെ തുടക്കകാലം നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞാടിനെ പോലെ, അതായത് കുഞ്ഞാട് എപ്പോഴും യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് കുഞ്ഞാടിനെ പോലെയായിരുന്നു. ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനയെയും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തു. അവർ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകി. മിഷണറിമാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അയച്ചു. മിഷണറി പ്രവർത്തനങ്ങളൊക്കെ പിന്തുണച്ചു. അവർ ഏറ്റവും അനുഗ്രഹപ്രദമായി ദൈവത്തിൻ്റെ സഭ വളരുവാൻ, സുവിശേഷം വളരുവാൻ അവർ സഹായിച്ചു. ഇപ്പോഴും അവരുടെ പണത്തിൽ നോക്കിയാൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നെഴുതിയിരിക്കുന്നത് കാണാം. അവരുടെ സഭകളിലും അല്ലെങ്കിൽ നിയമസഭകളിലും സമ്മേളനങ്ങളിലും ഒക്കെ ബൈബിൾ ഉപയോഗിക്കുകയും ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. എന്നാൽ അന്നത്തെ അമേരിക്കയിൽ നിന്നും ഇന്നത്തെ അമേരിക്കയ്ക്ക് വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പിന്നീട് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് സാത്താനെ പോലെ സംസാരിച്ചു, പഴയ പാമ്പിനെ പോലെ സംസാരിച്ചു.
അതായത് സാത്താൻ്റെ ആശയങ്ങൾ കടമെടുത്തു. പഴയ അമേരിക്ക എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ ഇന്നത്തെ അമേരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കുലർ രാഷ്ട്രമായി മാറുകയാണ്. അവർ ഒരു സെക്കുലർ രാഷ്ട്രത്തിലേക്ക് മാറുമ്പോൾ ദൈവത്തിനും ദൈവവചനത്തിനും ദൈവസിദ്ധാന്തങ്ങൾക്കും വളരെ അധികം വ്യത്യാസം വരുത്തുന്നതായി നമുക്ക് അതിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ കാണാം. ലോക പോലീസ് എന്ന നിലയിൽ പല പ്രശ്നങ്ങളിലും ഇടപെടുകയും ലോകത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം. അത് പിന്നീട് കാലക്രമത്തിൽ സാത്താനെ പോലെ സംസാരിക്കും. ഇന്ന് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇതൊരു പ്രവചനമാണ്, നിറവേറാനുള്ളതാണ്, വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിലൂടെ വെളിപ്പാടുകാരനായ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ അമേരിക്കയുടെ പെരുമാറ്റം ഒരു പക്ഷേ ഈ സാത്താനെ പോലെ ആയിത്തീരുന്നത് നമുക്ക് കാണാം. അത് മാത്രമല്ല, അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയിൽ അതിൽ വസിക്കുന്നവരെ മരണകരമായ മുറിവ് പൊറുത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ മൃഗം അതിൻ്റെ അധികാരം ഭൂമിയിൽ നടത്തുകയാണ്. എങ്ങനെ? ഒന്നാമത്തെ മൃഗത്തെ പോലെ. ഒന്നാമത്തെ മൃഗം ഏത് ആശയത്തിലാണോ വിശ്വസിച്ചിരുന്നത്, ഒന്നാമത്തെ മൃഗം ഏത് തത്വമാണോ പിന്തുടരുന്നത്, ഒന്നാമത്തെ മൃഗം ദൈവത്തിൽ നിന്ന് എങ്ങനെയാണോ ആരാധന മാറ്റിയത്, ആ ആശയത്തെ ഈ രണ്ടാമത്തെ മൃഗവും പിന്തുടരുന്നു. അത് മരണകരമായ മുറിവ് പുറത്തുപോയ മൃഗം, ഒന്നാമത്തെ മൃഗം. അതായത് മതപീഡനത്തിൻ്റെ കാലത്തിന് ശേഷം ജനറൽ ബാർട്ടയർ നശിപ്പിച്ച ഈ പാപ്പാത്ത ശക്തിയിൽ നിന്ന് അന്നത്തെ നശിക്ക് പോകാവുന്ന അവസ്ഥയിൽ നിന്നും തിരിച്ചു വന്ന ഈ രാഷ്ട്രത്തെ, അതിൻ്റെ അധികാരത്തെ, അല്ലെങ്കിൽ ഒന്നാമത്തെ മൃഗത്തെ, അതിൻ്റെ ആശയത്തെ നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ ലോകത്തെ നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായി നമുക്ക് കാണാം. അത് മാത്രമല്ല, അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് തീ ഇറങ്ങുമാറ് ഭൂമിയിലേക്ക് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുന്നിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും മാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. രണ്ട് കാര്യങ്ങൾ. വലിയ അത്ഭുതങ്ങൾ, ആകാശത്തു നിന്ന് തീ ഇറങ്ങുമാറ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ കഴിയും. നോക്കൂ, സയൻസ് മനുഷ്യന് എത്തിച്ചേർക്കാൻ പറ്റാത്തത്ര വലിയ നേട്ടങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകം നേടുകയാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ അവർ കാണിക്കുന്നു. ഇനിയും മൃഗം അതിനു കൊടുത്ത, ഒന്നാമത്തെ മൃഗം കൊടുത്ത അധികാരത്തിൻ്റെ ശക്തിയാൽ ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിൻ്റെ ആരാധന സ്ഥാപിക്കാൻ ലോകത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ മൃഗവും ഈ പറയുന്ന ഈ മൃഗവും ചേർന്ന് ആദ്യത്തെ മൃഗത്തിന്, അല്ലെങ്കിൽ സാത്താന് അധികാരം കൊടുത്ത മൃഗശക്തിയെ ആരാധിക്കാൻ ലോകത്തെ മുഴുവൻ നിർബന്ധിക്കും എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇനിയും തുടർന്ന് നമ്മൾ വാക്കിയാൽ അതിൻ്റെ മറ്റു ചില സ്വഭാവങ്ങൾ കൂടെ കാണാം. അതായത് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അതുമാത്രമല്ല, ഈ സ്ഥാപിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ ആരാധന, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ആരാധന ചെയ്യാത്തവരെ പീഡിപ്പിക്കാനും കൊന്നുകളയാനും കൂടെ അതിന് ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൃഗശക്തിയുടെ, അതായത് ദൈവവുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിലല്ലാത്ത, യേശുക്രിസ്തുവിനെ സൃഷ്ടിയുടെ സ്മാരകമായി ആരാധിക്കാത്ത, ശാപത്തിനെ അംഗീകരിക്കാത്ത എല്ലാ മനുഷ്യരുടെയും ആരാധന അവർ സ്വീകരിക്കുകയും അതിന് വ്യത്യസ്തമായി ആരാധിക്കുന്ന മനുഷ്യരെ കൊല്ലാനും അവരെ പീഡിപ്പിക്കാനും അതിന് അധികാരം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അത്
ചെറിയവരും വലിയവരും, സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും, ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും എല്ലാവരും അവനെ അംഗീകരിക്കണം, ആരാധിക്കണം, അവൻ്റെ ആശയത്തെ അംഗീകരിക്കണം. അല്ലാത്തവർക്ക് അവൻ അവൻ്റെ അടയാളം നൽകും, നെറ്റിമേലോ കൈമേലോ മുദ്രയിടും എന്നാണ് പറയുന്നത്. നെറ്റിമേലും കൈമേലും മുദ്രയിടുക. ചില ആളുകൾ പറയുന്നത് ഇതൊരു ചിപ്പാണ്, ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്, അത് ത്വക്കിനടിയിൽ വയ്ക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോർട്ടബിൾ പേഴ്സണൽ ഐഡൻറ്റിറ്റി കാര്യമാണ്, യുണീക്ക് ഐഡൻറ്റിറ്റി ആണ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ. ചിപ്പോ കമ്പ്യൂട്ടറോ ഇതൊന്നുമല്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം ഈ ഒരു ആശയത്തെ അംഗീകരിക്കലാണ്. അതായത് സാത്താൻ, ഒന്നാമത്തെ മൃഗം, വാളാൽ മുറിവേറ്റ മൃഗം, സാത്താൻ ദൈവവുമായിട്ടുള്ള ആരാധനയെ തെറ്റിച്ച് സാത്താനെ ആരാധിക്കുവാനും അവൻ്റെ ഇഷ്ടങ്ങൾ പിന്തുടരുവാനും ലോകത്തെ നിർബന്ധിക്കുന്നതാണ്. അപ്പോൾ നെറ്റിമേൽ അടയാളം മേടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നമ്മൾ ആ ആശയത്തെ അംഗീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ സ്വയം ചിന്തിച്ച് ഓക്കെ എനിക്കിത് മതി എന്ന് തിരഞ്ഞെടുക്കുന്നതാണ് നെറ്റിമേൽ അംഗീകരിക്കുക അല്ലെങ്കിൽ മുദ്രയിടുക എന്ന് പറയുന്നത്. ഇനി കൈമേൽ മുദ്രയിടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ചില ആളുകൾ ബുദ്ധി കൊണ്ട് അതിനെ അംഗീകരിക്കാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അവർ പീഡനം ഉപയോഗിച്ച് നിർബന്ധിച്ച് കൈമേൽ ഈ മുദ്ര ഇടിപ്പിക്കും. അതായത് നിർബന്ധപൂർവ്വം പീഡിപ്പിച്ച് അവരെ ഈ ആശയം വിശ്വസിക്കാനും അതിനെ ആരാധിക്കാനും പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് ഒന്നും തന്നെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് തുടർന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെ വണ്ണം ആക്കുന്നു. അതായത് ക്രയവിക്രയങ്ങൾ നടത്താൻ സമ്മതിക്കുകയില്ല, അതായത് ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഇന്നത്തെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളും നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല. അപ്പം അതിനെന്താ ചെയ്യുക? ഉപരോധം ഏർപ്പെടുക, അവരുമായിട്ടുള്ള വാണിജ്യബന്ധം നിർത്തുക, കൊടുക്കൽ വാങ്ങലുകൾ നിർത്തുക, പരസ്പരം സംസാരിക്കുന്നത് നിർത്തുക. ഇതാണ് ഉപരോധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്, വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്ത വിധമാക്കുന്നു. അതായത് ഈ മൃഗത്തെയും ഒന്നാമത്തെ മൃഗത്തെയും സാത്താൻ്റെ ആശയത്തെയും ആരാധനയും അംഗീകരിക്കാത്തവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. എങ്ങനെയാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഇന്ന് സാധിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. അതിന് നമുക്ക് വളരെ സാധ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റിലൂടെയാണ് പണം കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ രാഷ്ട്രം ഒരു സന്ദർഭത്തിൽ നിഷ്കർഷിക്കുകയാണ്, നിങ്ങൾക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഞങ്ങൾ പറയുന്ന അംഗീകരിക്കണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്രയവിക്രയം നടത്താൻ പറ്റത്തില്ല. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ EMIയിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ അത് EMI ആണെങ്കിൽ അത് നടത്തുന്ന ആളുകൾക്ക് അവരുടെ സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മുടെ ഫോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഫോണിൽ അപ്ഡേറ്റ്സ് വരുന്നത് വേറെ ഏതോ ദൂര സ്ഥലത്ത് നിന്ന് ഫോണിനെ അവർ ക്രമീകരിക്കുകയും ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റാനും ഇപ്പോൾ അവർക്ക് കഴിയും വിദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്രയവിക്രയങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോലും ഇനി കാർഡുകളോ ഇത്തരം നമ്പറുകളോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ UPI പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മൾ 2-3 പ്രാവശ്യം പിൻ നമ്പർ തെറ്റിയാൽ അത് ബ്ലോക്ക് ആവും. പിന്നെ ആ ബാങ്കിൻ്റെ പെർമിഷൻ അല്ലെങ്കിൽ അധികാരികളുടെ അനുവാദമില്ലാതെ നമുക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വിനിയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറയുന്നത് ഇതാണ്, വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്ത തരത്തിൽ നിയന്ത്രിക്കും. എങ്ങനെ? അവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, അംഗീകരിക്കാത്തവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വണ്ണം ആക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം,
അതിൻ്റെ സംഖ്യ മനുഷ്യൻ്റെ സംഖ്യ എത്ര? അത് 666 എന്ന് പറയുകയാണ്. ഈ 666 നമ്മൾ നേരത്തെ കണ്ടു, അത് വ്യാജതൃത്വമാണ് സൂചിപ്പിക്കുന്നത്. മൃഗം, മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മൃഗത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നമ്മൾ വ്യാജമായ ആരാധനയെ സ്വീകരിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് വെളിപ്പാട് 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് 1-ാമത്തെ ദൂതൻ വന്ന് നമ്മളോട് പറയുന്നത്, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ആയവരോട് അറിയിപ്പാനുള്ള നിത്യ സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ്. ഒരു പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയെ നമ്മൾ അംഗീകരിക്കുന്നുവോ? ക്രിസ്തു സാപത്തിൻ്റെ നാഥനാണ്, ക്രിസ്തുവാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാനുള്ള, ആ യഥാർത്ഥ ദൈവത്തോടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനും ദൈവത്തിനേക്കാൾ ഉപരി മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. നമ്മളെ സൃഷ്ടിച്ചവനോടുള്ള ബന്ധം നമ്മൾ എത്രമാത്രം ഊട്ടിയുറപ്പിക്കണം. അതാണ് യഥാർത്ഥമായ ആരാധന. അല്ലാത്തതെല്ലാം ദൈവത്തിനെതിരായിട്ടുള്ള ആരാധനയാണ്. അത് ദൈവം സ്ഥാപിച്ച സൃഷ്ടിപ്പിൻ്റെ അടയാളമായ സാബത്തിനെ ആഴ്ചയുടെ 7-ാമത്തെ ദിവസം ഞാൻ നിങ്ങളുടെ സൃഷ്ടിതാവാണെന്ന് അറിയിക്കുവാനുള്ള അടയാളമായ ദൈവത്തിൻ്റെ പൂർണ്ണത സംഖ്യയായ 7 ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായിട്ടുള്ള യഥാർത്ഥ തൃത്വത്തെ സൂചിപ്പിക്കുന്ന 7 എന്നുള്ള അടയാളത്തിന് പകരം 7 എന്നുള്ള അടയാളത്തിന് പകരം അപൂർണമായ മൃഗശക്തി, മഹാസർപ്പം, സ്പിരിറ്റിസം, പ്രൊട്ടസ്റ്റാൻറ്റിസം, കത്തോലിസിസം എന്ന് പറയുന്ന 3 ആശയങ്ങൾ കൊണ്ട് നമ്മളെ കീഴടക്കുവാനും അവൻ സ്വർഗത്തിൽ വെച്ച് ലൂസിഫർ എന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ആഗ്രഹിച്ച ആരാധന നമ്മളുടെ ഇന്ന് ഇപ്പോഴും മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ നാം അറിയാതെ നമ്മളെ കൂടെ അവൻ്റെ ഭാഗത്താക്കാൻ ശ്രമിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ലോകം 2ആയിട്ടാണ് തിരിയാൻ പോകുന്നത്. യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കാത്തവരും എന്നുള്ള തരത്തിലേക്കാണ് ലോകം 2ആയി പിരിയാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി എല്ലാ ഇപ്പോഴത്തെ സാമൂഹിക വേർതിരിവുകളും, ഭാഷയോ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും അന്ന് പ്രശ്നമായിരിക്കുകയില്ല. 2 കൂട്ടം മനുഷ്യരായിരിക്കും ഉണ്ടാകുക. ഒന്ന് ദൈവത്തെ ആരാധിക്കുന്നവരും ഒന്ന് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരും ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവരും ആയിരിക്കും. അതുകൊണ്ട് സാബത്ത് എന്ന ദൈവത്തിൻ്റെ മുദ്ര അടയാളം നമുക്ക് സ്വീകരിക്കാം. സാത്താൻ്റെ ഈ അടയാളങ്ങൾ ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അവസാനം ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും ഒരു വലിയ മത്സരം സാത്താൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ആരെയാണ് അംഗീകരിക്കുന്നത്, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 12-ാം വാക്യം വെളിപ്പാട് പുസ്തകം 14:12 പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവത്തിൻ്റെ കൽപ്പനയും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമുള്ള വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഈ കാലത്ത് നമുക്ക് വേണ്ടുന്നത് സഹിഷ്ണുതയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുകയാണ്. ഇനി അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവർ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു എന്നാണ് പറയുന്നത്. അതായത് അന്ത്യകാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് മഹാസർപ്പം സാത്താൻ കോപിക്കുന്നത് സ്ത്രീയോട്, സഭയോടാണ് കോപിക്കുന്നത്. ഏത് സഭയോടാണ്? ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിൻ്റെ സാക്ഷ്യവുമുള്ള സഭയോട്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും അതിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമുള്ളവരുടെ അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്, അവരോട് പങ്കാളിത്തമുള്ളവരോട്
കോപിച്ചു, അവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവർ കടൽപ്പുറത്തെ മണൽ പോലെ നിന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ള സ്നേഹിതരെ, ഇന്ന് സാത്താന് പോരാട്ടമുള്ളത് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരോടാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം ഇന്ന് നിങ്ങളോട് ഈ സന്ദേശം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ അവനുമായിട്ടുള്ള നല്ല ബന്ധത്തിലായിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിങ്ങളോട് പറയുന്നത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് യേശുവിന് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം. നിങ്ങൾക്ക് ഇത് ഒരു നിർബന്ധമല്ല. നിങ്ങൾ വേദപുസ്തകത്തെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതിയാകും. ഇല്ലെങ്കിൽ ദൈവത്തിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും നമ്മളെ വേർതിരിക്കാൻ സാധിക്കുകയില്ല. അവൻ്റെ സ്നേഹം അത്രത്തോളം വലുതാണ്. ഞാൻ നിങ്ങളെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് യെരമ്യാ പ്രവാചകത്തിൽ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ജീവൻ കൊടുത്തും നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വലിയ സ്നേഹത്തിൽ അബൈഡാകുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനോട് ശരിയായ ബന്ധത്തിൽ ആയിരിക്കുവാൻ, അതായത് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പോലെ അവർ പരസ്പരം ഏക ഭാര്യയുടെ ഭർത്താവും ഏക ഭർത്താവിൻ്റെ ഭാര്യയുമായി ജീവിക്കുന്നത് പോലെ ആ ഒരു ബന്ധത്തിനപ്പുറം മറ്റ് ഏതൊരു നിനെയും നമ്മൾ ദൈവത്തിന് തുല്യം സ്നേഹിക്കരുത് എന്നാണ് പറയുന്നത്. ദൈവത്തെക്കാൾ കവിഞ്ഞ് നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നോ അത് നമ്മുടെ ആരാധനാപാത്രമായിത്തീരും, അത് നമ്മുടെ വിഗ്രഹമായിത്തീരും. അതുകൊണ്ടാണ് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, വേറൊരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് ദൈവം പറയുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനപ്പുറം മറ്റൊന്നിനെയും മറ്റൊരു ശക്തിയെയും നമ്മൾ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം നിങ്ങളുടെ കാതുകളിലേക്ക് വരികയാണ്. ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പിൻ. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിപ്പാൻ എൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ട്. ആ നിത്യസുവിശേഷം ഇതാണ്: നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ വലിയ സന്ദേശം ഞങ്ങളോട് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ ആരാധിക്കുവാൻ, ഞങ്ങളുടെ സൃഷ്ടിതാവായി അംഗീകരിക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. ഈ അന്ത്യകാലത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. നിൻ്റെ കൃപയാൽ, നിൻ്റെ ശക്തിയാൽ അതിജീവിക്കുവാനും നിനക്ക് വേണ്ടി തീരുമാനമെടുക്കാനും നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.